എല്ലാവരും ഒന്നും പ്ലീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എല്ലാവരുടെയും ഫേവറേറ്റ് പേഴ്സൺ ആയിട്ടൊന്നും നമുക്ക് എപ്പോഴും ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും ചില ആൾക്കാർ അവരെല്ലാവരോടും മിങ്കിളിംഗ് ആണ്, അവരെല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. സോ ഞാൻ ഒരാളോട് നോ പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവരെയും അങ്ങനെ ഇതാക്കി പോവാതിരുന്നു കഴിഞ്ഞാൽ അത് എനിക്കൊരു സോഷ്യൽ സർക്കിളിൽ നിൽക്കാൻ പറ്റാതെ ആവോ, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഗാങ്ങിൽ ഫിറ്റ് ആവാതിരിക്കുമോ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും അവര് ഓക്കെ റെഡി അല്ലെങ്കിൽ പ്ലീസ് ചെയ്ത് പോകുന്നത്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു വൺ തിങ് ദാറ്റ് നമുക്ക് എപ്പോഴും എല്ലാവരും ഒന്നും ഫേവറേറ്റ് ആവാൻ പറ്റത്തില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾക്ക് ഫേവറേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, നമ്മൾ നോ പറയേണ്ട നോ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അയാൾക്ക് മുഖം താവുന്നു വേണ്ട. എന്തൊരു കാര്യം മുഖത്തടിച്ച ഒരാൾക്ക് ഹേർട്ട് ആവണ പോലെ പറയുന്നതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത കാര്യം ടോളറേറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത സ്ഥലത്ത് എങ്ങനെയെങ്കിലൊക്കെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. ഇതെനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇതെനിക്ക് ഇഷ്ടമല്ല, അങ്ങനെയല്ല. ഇതെനിക്ക് വേണ്ട, ഞാൻ യൂസ് ചെയ്യാറില്ല, കഴിക്കാറില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇവൻ ഒരു ചായ ആയിക്കോട്ടെ, കോഫി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ സർക്കിളിൽ തന്നെ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അയ്യോ അവര് എന്ത് വിചാരിക്കുന്നുണ്ടാവും. ആ ഒരു വ്യക്തി പറഞ്ഞു വിട്ട കാര്യമായിരിക്കും, ഇയാൾ ഫുൾ ഡേ അതിനെ കുറിച്ച് തിങ്ക് ചെയ്തിരിക്കുന്നുണ്ടാവും. അയാൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുണ്ടാവും ആ ഒരു രീതിയിൽ. സോ ഈവൻ ഞാൻ ഉൾപ്പെടെ ചില സമയത്തൊക്കെ മീൻസ് എന്താ പറയുക, വി ആർ ലൈക്ക് ദാറ്റ് ആസ് എൻ ഹ്യൂമൻ ബീങ്സ്. ബട്ട് ഞാൻ ഗ്രാജുവലി പണ്ടൊക്കെ ഞാൻ ഇപ്പൊ ഗ്രാജുവലി ഞാൻ മനസ്സിലാക്കി വരുന്ന കാര്യമാണ്. ഇപ്പൊ നെഗറ്റീവ് കമന്റ് വരുന്നതായിക്കോട്ടെ, വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്, എനിക്ക് എല്ലാവരെയും പ്ലീസ് ചെയ്തുകൊണ്ട് എന്റെ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാവരുടെയും ഒപ്പീനിയൻസിന് എഗ്രി ചെയ്തുകൊണ്ട് എനിക്ക് ഒരിക്കലും വീഡിയോസ് ഇടാൻ പറ്റത്തില്ല. സോ വെൻ ഐ റീച്ച് ടു മോർ ഓഡിയൻസ്, അതായത് കുറച്ചും കൂടി ലാർജർ ഓഡിയൻസിലൂടെ എത്തുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ദർ വുഡ് ബി നെഗറ്റിവിറ്റീസ് വിൽ കം ആൻഡ് ദർ വുഡ് ബി ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് വിൽ കം. ഡിസഗ്രി ആയിട്ടുള്ള ഒപ്പീനിയൻസ് വരാം, വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്. ഞാൻ വീഡിയോസിന്റെ കേസ് മാത്രമല്ലല്ലോ പറയണേ. നമ്മള് ഒരു ലെവല് കഴിഞ്ഞ് ഒരു അപ്ഗ്രേഡ് പോകുന്ന സമയത്ത്, നമ്മൾ പുതിയ ആൾക്കാരുടെ ഇടയിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ ഇതുവരെ നിൽക്കാത്ത സിറ്റുവേഷനും സർക്കിളും സർക്കംസ്റ്റാൻസസും ഒക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ പോണ സമയത്ത് എന്താ പറയാ, ചിലപ്പോൾ ഒരു ഓഫീസിൽ പോകുന്ന ഒരു വ്യക്തി ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ബോസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ചിലപ്പോൾ എഗ്രി ചെയ്ത് അവരുമായിട്ട് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല, കൊളീഗ്സുമായിട്ട് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് ഞാൻ പറയണത് എല്ലാവരോടും ദേഷ്യം വഴക്കാവണം എന്നല്ല ഞാൻ പറയണത്. ബട്ട് സ്റ്റിൽ നമുക്ക് എല്ലാവരെയും അത്രയ്ക്കും പ്രീതിപ്പെടുത്തിയിട്ടൊന്നും ഒരിക്കലും ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റൊരു കാര്യത്തിന് വേണ്ടി നിൽക്കാതിരിക്കുക. ഞാനിതൊരു റോങ് വേയിൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ഞാനാണ് എല്ലാം അങ്ങനെ വന്നിട്ട് എല്ലാവരും മാറും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ കയറി നിൽക്കാനല്ല പറയണത്. ക്യൂവിന്റെ ഫസ്റ്റ് പോയി കയറി നിൽക്കുക, എല്ലാവരും അറിയാൻ കയറി അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ബട്ട് സ്റ്റിൽ നിങ്ങളിപ്പോ ഒരു നാലുപേരെ നിങ്ങൾ ഹാറ്റ് ആക്കാൻ ഒരു കാര്യം ചെയ്തു, ഇപ്പുറത്തെ കൂടെ ബാക്ക് കൂടെ 4 പേര് നിങ്ങൾ കുറ്റം പറയുന്നുണ്ടാവും, റൂമേഴ്സ് വരുത്തുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി പറയുന്നുണ്ടാവും, വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്. നമുക്ക് എല്ലാവരുടെയും വായ അടച്ചു കേട്ടാനോ അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ കുറിച്ച് നല്ല തന്നെ പറയണമെന്ന് വിചാരിക്കാനോ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഒരു നെഗറ്റിവിറ്റിയും ഇല്ല, ഞാൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്, ആ ഒരു പേര് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് നിൽക്കാനൊന്നും ദാറ്റ്സ് നോട്ട് പോസിബിൾ ഇൻ ലൈഫ്. നിൽക്കുന്നവരുണ്ടാവുമായിരിക്കാം, ബട്ട് ഫോർ മീ ദാറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഈസി. ലൈക്ക് അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവർ എന്ത് പറയുന്നത് ലിറ്ററലി നവേഡേയ്സ് ഞാൻ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്ത് ഭയങ്കര കമ്മിയാണ്. അതായത് ഭയങ്കര കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ അതിനെക്കുറിച്ച് ഭയങ്കര ബോധമായിരുന്നു. ഞാനിപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന സമയത്തേക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടം, മറ്റുള്ളവർക്ക് ഒരു വീഡിയോ ഉള്ള സമയത്ത് 100 പ്രാവശ്യം ആലോചിക്കും ഇത് എല്ലാവർക്കും. ഞാനിപ്പോ ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് ദാറ്റ്. എനിക്കിപ്പോ ഒരു ടോപ്പിക് വന്നു, ഇപ്പൊ എനിക്കൊരു കമന്റ് ബോക്സിൽ ഒരു ഓപ്ഷൻ വന്നു, ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് തിങ് ചെയ്യാം. ഞാൻ പണ്ടത്തെ ഒരു മുന്നത്തെ ഒരു 1.5 വർഷം മുന്നത്തെ ആ ഒരാളാണെങ്കിൽ റിലേറ്റഡ് ടു ഞാൻ റീസെന്റ് ഒരു ബ്രേക്കപ്പിനെ കുറിച്ചുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ മറ്റുമായിട്ട്. ഞാൻ 100 പ്രാവശ്യം ആലോചിക്കാം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ട്. ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആവുന്നുള്ള കാര്യം. ബട്ട് നൗ ഐ ഡോണ്ട് കെയർ. ഐ ജസ്റ്റ് പോസ്റ്റഡ് മൈ വീഡിയോ, ദിസ് ഇസ് മൈ ചാനൽ. എന്റെ മൈൻഡിൽ എന്താണ് തോട്ട് വരുന്നത് അത് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ എം ഗോയിങ് ടു ഷെയർ. സോ ആ ഒരു രീതിയിൽ ഞാൻ ആ ഒരു വീഡിയോ എന്റെ മൈൻഡിൽ വന്നിട്ട് ഒരു സ്ക്രിപ്റ്റഡോ അല്ല, ലൈക്ക് നത്തിങ്. ഐ ജസ്റ്റ് ഓപ്പൺ ദാറ്റ് ക്യാമറ ആൻഡ് എന്താ പറയാ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്റെ മൈൻഡിൽ എന്താണ് അതിനെ കുറിച്ച് വന്നത് അത് ഞാൻ ഷെയർ ചെയ്തത്. പണ്ടത്തെ ഞാനാണെങ്കിൽ ഒരുപാട് ആലോചിക്കാറുള്ളത് മറ്റുള്ളവർക്ക് ഇഷ്ടാവോ എന്ന രീതിയിലൊക്കെ. ബട്ട് നൗ ഐ എം നോട്ട് കെയറിങ് ദാറ്റ് മച്ച്. സോ ലീവ് യുവർ ലൈഫ് ഇൻ യുവർ ഓൺ ടേംസ്. ലൈക്ക് ഫിറ്റ് ആവാൻ വേണ്ടി നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മളെ ബെറ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്യണം, അതല്ല ഞാൻ പറയണം. ബട്ട് സ്റ്റിൽ ഒരുപാട് നെഗോഷിയേറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുന്നതിനേക്കാളും ആസ് ഗ്രാജുവലി, അതായത് നോർമലി ഫിറ്റ് ആവുന്ന പ്ലേസസ് നമ്മുടെ ലൈഫിൽ വരും, അല്ലെങ്കിൽ അങ്ങനത്തെ സർക്കിൾസ് നമ്മുടെ ലൈഫിൽ വരും. അങ്ങനെ വരുന്ന സമയത്തും രണ്ടുപേരും നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയുന്നത് എന്തായാലും ഉണ്ടാവും. സോ എല്ലാവരും അയ്യോ ഇത്രയും ചിലപ്പോൾ ഒരു എന്താ പറയുക 99 ആൾക്കാർ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ വി ഫീൽ ലൈക്ക് നമ്മൾ മോർ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു നെഗറ്റിവിറ്റിയിലോട്ടായിരിക്കും. സോ ഇൻ ദാറ്റ് കേസ് ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് യു നോ വൺ തിങ് ദാറ്റ് യു കാൻറ്റ് ബി എവ്രി വൺസ് ഫേവറേറ്റ് ബട്ട് യു ക്യാൻ ബി യുവർ ഫേവറേറ്റ്. സോ ആ ഒരു കാര്യം അവോയ്ഡ് ചെയ്യുക. ലൈക്ക്
try to exclude it from your mind, brain and all those things. Don't take everything much seriously. അതായത് അയ്യോ ലൈക്ക് അവനെ പറഞ്ഞു ഓക്കെ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് അവനെ വേറെ പറയാനുണ്ടാവും, അവന്റെ ലൈഫിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. ലെറ്റ് ദം ഡു. അല്ലാതെ അവരത് കെട്ടിപ്പിടിച്ചിരിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പൊ എത്ര വലിയ കോൺട്രവേഴ്സി ആയിക്കോട്ടെ എന്ന് നോക്കിയാൽ കാണാൻ ഒരു ടൈം കഴിഞ്ഞത് ഗ്രാജുവലി തേഞ്ഞു മാഞ്ഞു പോണത്. അതായത് അവരവരുടെ കാര്യങ്ങൾ ഉണ്ടാവും. ഇവർ അപ്പൊ നമ്മൾ ഓവർ നമ്മുടെ എനർജിയും ടൈമും അതിലേക്ക് കൊടുത്തിട്ട് നമ്മൾ വെറിയാവണേക്കാളും ഓക്കെ നടന്നു, നമ്മുടെ ഭാഗത്ത് റൈറ്റ് ആണ്, നമ്മുടെ ഇന്റൻഷൻസ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഡു വാട്ട് ദേ വാണ്ട് ആൻഡ് യു ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ജേർണി. നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കുക. നിങ്ങളുടെ ഒരു സർക്കിൾ ബെറ്റർ ആയി കൊണ്ടുപോകാൻ നോക്കുക. പറയുന്നവർ പറഞ്ഞോട്ടെ, എന്താ ചെയ്തോട്ടെ, ഒരു വീഡിയോ എടുക്കുമ്പോൾ ക്രിഞ്ചാണ്, വട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേ. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ പിടിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ആയിട്ട് നിൽക്കരുത്. ഇപ്പൊ വീഡിയോ ഇടാൻ ഇഷ്ടമാണോ വീഡിയോ ഇടുക, ഇന്ന എക്സാമിന് പറയാനാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചെയ്യുക, ഇനി ഇന്നായിട്ട് നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാനോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചെയ്യുക. ലൈക്ക് നമുക്ക് ഒരൊറ്റ ലൈഫേ ഉള്ളൂ. നമ്മളത് മറ്റുള്ളവരുടെ ടേംസിൽ ജീവിക്കുന്ന സമയത്ത് ഒരു ആഫ്റ്റർ വെൻ യു എൻഡ് യുവർ 30s 40s യു റിഗ്രറ്റ് ഇറ്റ് ഫോർ ഷുവർ. അറ്റ് ദ സെയിം ടൈം ഓക്കെ ലെറ്റ് ദം ഡു വാട്ട് ദേ വാണ്ട്. യു ലീവ് യുവർ ലൈഫ് ഇൻ യുവർ ഓൺ വേ. അറ്റ്ലീസ്റ്റ് നമുക്ക് റിഗ്രറ്റ് എങ്കിലും ഉണ്ടാവില്ല ദാറ്റ് ഞാൻ എല്ലാവരും പ്ലീസ് ചെയ്യാൻ നിന്നില്ല. ഇൻസ്റ്റെഡ് ഐ ലീവ് മൈ ലൈഫ് ആസ് ഐ വാണ്ടഡ്. സോ yeah, it's all about this video.